ക്ലാസ്സിൽ ഒരു ചതുർഭുജം തന്നിട്ട് അതിന് തുല്യ പരപ്പളവുള്ള ത്രികോണം നിർമ്മിക്കാൻ ഒരു ക്വാഡ്രിലാറ്റ് തരിക, അതേ ഏരിയ വരുന്ന ഒരു ട്രയാങ്കിൾ നിർമ്മിക്കുന്ന ചിത്രമൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്മൾ എഴുതിയിട്ടുണ്ട്, അതിന് ആൻസർ ചെയ്തിട്ടുണ്ടാവില്ല. എഴുതിക്കണോ? നോ സർ. പിന്നെ ഒരു 3 ക്വസ്റ്റ്യൻ എക്സ്ട്രാ എഴുതി വെച്ചിട്ടില്ലേ? യെസ് സർ. അപ്പൊ നമ്മൾ എഴുതിയ ക്വസ്റ്റ്യൻ ഏതാണ്? കുറച്ച് സ്ഥലം വിട്ട് ഒരു അര പേജ് വിടാൻ പറയുന്നു. ആ ചോദ്യം ഏതാ? ഒരു ക്വാഡ്രിലാറ്റ് വരച്ചിട്ട് സെയിം ഏരിയയിലെ ട്രയാങ്കിൾ വരക്കാനല്ലേ? യെസ് സർ. അതിന്റെ ആൻസർ ആണ് നമ്മൾ പറയുന്നത്. ആ സ്പേസ് വിട്ടുകൊടുത്താണ് നമ്മൾ എഴുതേണ്ടത്. നിങ്ങൾ വരക്കേണ്ടത്. ഓക്കെ, നോക്കിക്കോളൂ. ഒരു ചതുർഭുജം വരക്കണം. ക്വാഡ്രിലാറ്ററൽ 4 വശം ഉണ്ടായാൽ അടഞ്ഞു കടന്നാൽ ചതുർഭുജമായി. അതിന്റെ അളവ് തന്നിട്ടില്ല, നമ്മൾ തുടക്കമായതുകൊണ്ട് ജസ്റ്റ് ഒരു ക്വാഡ്രിലാറ്ററൽ വരക്കണുള്ളൂ. പിന്നെ അതേ ഏരിയയിലുള്ള ട്രയാങ്കിൾ എങ്ങനെ വരക്കാന്നുള്ളത് കാണിക്കണം. ഓക്കെ, അപ്പൊ ആ ചോദ്യം എഴുതിയതിന് ശേഷം പേജ് സ്ഥലം വിട്ടിട്ടുണ്ട്, ആ സ്ഥലത്താണ് നിങ്ങൾ എഴുതേണ്ടത്. കേട്ടോ, നോക്കിയിരുന്നോളൂ. ഏകദേശം ഇങ്ങനെ വരക്കും. കറക്റ്റ് ചതുരം, റെക്ടാങ്കിൾ അല്ല, സ്ക്വയർ, സമചതുരം അല്ല വരക്കണ്ടത്. ഏകദേശം ഇങ്ങനെ വരക്കാം. കേട്ടോ, ഇതിന്റെ പേര് കൊടുക്കുക, ABCD എന്ന് പേര് കൊടുക്കുക. ഓർക്കുക, ഇങ്ങോട്ട് സ്ഥലം വേണം കേട്ടോ, അതിനനുസരിച്ച് ഈ ഭാഗത്ത് വരാം. വരച്ചോളൂ എല്ലാവരും. ഏകദേശം വരച്ചു കഴിഞ്ഞോ? യെസ് സർ. ഇനി BD വരക്കാം. BD ഇവിടുന്ന് ഇങ്ങോട്ട് സ്കെയിൽ വെച്ചാൽ എല്ലാവരും വരയ്ക്കും. ഇനി AB എന്ന വശം എക്സ്റ്റെൻഡ് ചെയ്യാണ്. AB നീട്ടി വരക്കാണ്. നീട്ടി വരക്കുമ്പോ ഇവിടുന്നാണ് വരച്ചാൽ മാത്രം പോരാ, കുറച്ച് ഈ വരം അങ്ങനെ വരച്ചു പോവാ. നിങ്ങൾ ഇവിടുന്നാണ് വരച്ചാൽ എന്താ സംഭവിക്കണോ? നിങ്ങൾ ഇത് ഇവിടുന്ന് കിട്ടണം. ഇവിടെ ഓൾറെഡി വരച്ചിട്ടില്ല, അപ്പൊ നിങ്ങൾ വരച്ചു നീട്ടി. ഇതിനൊരു ഒടിവ് വരാൻ ചാൻസ് ഉണ്ട്. ഒടിയാൻ പാടില്ല. ഇത് വരുന്ന അതേ സ്ലോപ്പിൽ, അതേ ചെരിവിൽ വരണം. അതുകൊണ്ട് കുറച്ച് ഇവിടുന്ന് വരച്ചാൽ മതി. ഇവിടുന്ന് വരച്ചു പോകാം. അപ്പൊ അതിന്റെ സ്വഭാവം മനസ്സിലാവും. അപ്പൊ അത് ഇങ്ങോട്ട് വരും. കണ്ടോ? ഇതിനൊപ്പം ചേർത്ത് ഇവിടുന്ന് വരക്കാം. ഇവിടുന്ന് മാത്രം വരക്കരുത്. ആ വരന്റെ ഒപ്പം ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ വരക്കാം. കണ്ടോ? വരച്ചോളൂ. വരക്കെല്ലാരും. വര നീട്ടി വരച്ചു. വരച്ചില്ലേ? ഇനി നമ്മൾ വരച്ച ഡയഗണൽ വികരണത്തിന് സമാന്തരമായി, BDക്ക് സമാന്തരമായി സിയിലൂടെ വരക്കണം. BDക്ക് സമാന്തരമായി വരക്കാം. ഇവിടെ അങ്ങനെ വെച്ചിട്ട് സ്കെയിൽ വെച്ചിട്ടാണ് ഇങ്ങനെ കൊണ്ടുപോകേണ്ടത്. ഇങ്ങനെ കൊണ്ടുപോയാൽ കറക്റ്റ് സമാന്തരം വരക്കാൻ പറ്റും. നീട്ടി വരക്കാം. ഇവിടം വരെ തട്ടിക്കാം. വരച്ചോക്കാം. ആ പോയിന്റിന് ഈന്ന് പേര് കൊടുക്കുക. നമ്മൾ ഈ വരച്ച വരുമ്പോ തട്ടും. തട്ടണില്ലെങ്കിൽ ഈ വര ഒന്നുകൂടെ നീട്ടിയാൽ മതി. ആ വരി നീട്ടിയാൽ അവർ തമ്മിൽ കൂട്ടിമുട്ടും. അവിടെ ഈന്ന് പേര് കൊടുക്കും.
വരച്ചു സാർ. ഓക്കെ. ഇനി ഇ എന്ന പോയിന്റിൽ നിന്നും ഡി എന്ന പോയിന്റിലേക്ക് വരിക. ഇ ഡി വരിക. ഡി ഇ അല്ലെങ്കിൽ ഇ ഡി യോജിപ്പിക്കുക. വരച്ചോളൂ. ഇന്ന് ഡിക്ക് വരിക. ഇ ഡി വരണ്ട കേട്ടോ. വരച്ചില്ലേ? ആ വരച്ചു. നമ്മൾ ഈ വരച്ച ഇ ഡി പിന്നെ എ, ഈ ത്രികോണം ശരിയാ. എ ഡി ഇ ശരിയാ. ത്രികോണം എ ഡി ഇ അല്ലെങ്കിൽ എ ഇ ഡി എന്നുള്ള ട്രയാങ്കിൾ ഉണ്ട്, അത് ശരിയാ. എ ഡി ഇ ഷെയ്ഡ് കൊടുത്തോ? യെസ് സാർ. നമ്മൾ ആദ്യം വരച്ച ഒരു ചതുർഭുജമല്ലേ ക്വാഡ്രിലാറ്ററൽ ആദ്യം വരച്ചേ? യെസ്. അതിന്റെ ഈക്വൽ ഏരിയ ഉള്ള തുല്യ പരപ്പുള്ള ത്രികോണമാണ് ഈ കാണുന്നത്. മനസ്സിലാണ്ടോ? യെസ് സാർ. ആ ചതുർഭുജത്തിന്റെ പരപ്പളവ് തന്നെയാണ് എ ഡി ഇ എന്ന ഈ ത്രികോണത്തിന്. ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡിയുടെ ഏരിയ തന്നെയാണ് എ ഡി ഇ എന്നുള്ള ട്രയാങ്കിൾ. അപ്പൊ അതൊന്ന് എഴുതി വെക്കുക. ഒരു വരിയും കൂടി എഴുതാണ്ട് കേട്ടോ. അവിടെ സ്ഥലല്ലേ? എഴുതിക്കോളൂ. ത്രികോണം എ ഡി ഇയുടെ പരപ്പളവ്, ത്രികോണം എ ഡി ഇയുടെ പരപ്പളവ് ത്രികോണം എ ഡി ഇയുടെ പരപ്പളവ് ചതുർഭുജം എ ബി സി ഡിയുടെ പരപ്പളവിന് തുല്യമാണ്. പരപ്പളവിന് തുല്യമാണ്. ഇംഗ്ലീഷ് മീഡിയം എഴുതാം. Here the area of triangle ADE here the area of triangle ADE is equal to the area of the quadrilateral ABCD. Area of the quadrilateral ABCD. Okay. ആൻസർ ആയി. ഇനി നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ സെൻഡ് ചെയ്തിരുന്നു, വാട്സപ്പ് ചെയ്തിരുന്നു. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരിക. അതാണ് നമ്മൾ ചെയ്യാൻ പോണത്.
ദാ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ തന്നിരുന്നു ഞാൻ അല്ലേ? അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പറയാൻ പോകുന്നത്. നിങ്ങൾ നോക്കിയിരുന്നാ മതി. ഫൈവ് സെന്റിമീറ്റർ സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ 80 ഡിഗ്രി 120 ഡിഗ്രി. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഒരു ചതുർഭുജം തന്നിട്ടുണ്ട് കോർഡിനേറ്ററിൽ. ഇവിടെ 5 സെന്റിമീറ്റർ, ഇത് 3 സെന്റിമീറ്റർ, ഇത് 4 സെന്റിമീറ്റർ. ഇവിടെ 80 ഡിഗ്രി, ഇത് 120 ഡിഗ്രി. ഈ ചിത്രം ഇതേ അളവില് ഇതേ മെഷർമെന്റിൽ വരക്കണം. ക്വസ്റ്റ്യനിൽ നിങ്ങൾ ചെറുതാക്കി വരച്ചോ, കുഴപ്പമില്ല, അതിന് അളവ് നോക്കണ്ട. പക്ഷെ ഇതിന്റെ ആൻസർ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഫിഗർ ഇതേ അളവിൽ വരക്കാം. അപ്പൊ നമുക്ക് ചതുർഭുജം കൊല്ലണം. പിന്നെ അതേ ഏരിയയിലുള്ള ട്രയാങ്കിൾ ഉണ്ടാക്കുക, അത് നമുക്കറിയാം. എന്നിട്ട് ആ ട്രയാങ്കിളിന്റെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ട്രയാങ്കിളിന്റെ ഏരിയ ഇതിന്റെ ഏരിയ തുല്യമല്ലേ, അതിന്റെ ഏരിയ കാണുകയാണ്. അപ്പൊ നമ്മൾ ചെയ്യണത് ഇത് അതേ അളവിൽ വരക്കാണ്. അങ്ങനെയാണ് സ്റ്റാർട്ടിങ് കേട്ടോ. ഒരു 5 സെന്റിമീറ്റർ ഉണ്ട്, 80 ഡിഗ്രി വരണം. ഇവിടെ 3 സെന്റിമീറ്റർ, ഇവിടെ 4 സെന്റിമീറ്റർ വരണം, ഇവിടെ 120 ഡിഗ്രി. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ്. അപ്പൊ നമ്മൾ ആദ്യം 5 വരക്കാണ്. ഇതാണ് ഞാൻ വരച്ചു തുടങ്ങുന്നത്. മുകളിലേക്ക് സ്ഥലം വേണം, പിന്നെ വലതുഭാഗത്തേക്ക് ത്രികോണത്തിന്റെ സ്ഥലവും വേണം. അതായത് നോട്ടിന്റെ ഇടത് ഭാഗത്താക്കി വരക്കുക കേട്ടോ. കൂടുതൽ സ്ഥലമൊന്നും വേണ്ട, എന്നാലും അങ്ങനെ തലക്ക് പോണ്ട. തുടങ്ങല്ലേ? അപ്പൊ ആദ്യം 5 സെന്റിമീറ്റർ വരക്കുക. സ്കെയിൽ എടുക്കുക, 5 സെന്റിമീറ്റർ വരക്കുക. എല്ലാവരും വെച്ചോളൂ. അഞ്ച് സെന്റിമീറ്റർ. പേരും കൊടുത്തു AB ഇതാ. എല്ലാവരും വരച്ച്. വരച്ചു. അപ്പൊ 5 കിട്ടി. ഇനി ഇവിടെ 80 ഡിഗ്രി എടുക്കണം. അതിൽ നീട്ടിയിട്ട് 3 സെന്റിമീറ്റർ നീളം വരക്കണം. 80 ഡിഗ്രിയിൽ 3 സെന്റിമീറ്റർ പൊക്കുക. അപ്പൊ ആദ്യം 80 ഡിഗ്രി എടുക്കാം. എന്താ എയിലാണ് 80 ഡിഗ്രി. പൊട്രാക്ട് വെക്കുന്നതാ. പൊട്രാക്ട് വെക്കൽ അറിയില്ലേ? പൊട്രാക്ടിന്റെ ഈ പോയിന്റ് ഇതും ഇതും കൂട്ടിമുട്ട പോയിന്റ് ഇവിടെ വരണം. പകുതി അങ്ങോട്ട് പകുതി ഇങ്ങോട്ട് വരണം. എന്താ ഇങ്ങനെ വരണം. ഈ വരുന്ന പകുതി അങ്ങോട്ട് പകുതി ഇങ്ങോട്ട് വരണം. ഇങ്ങനെ വെക്കണ്ടേ? ഇതാ ഈ അറ്റത്ത് ഈ മിഡ് പോയിന്റ് വരണം. ഇത് നേരെ സെറ്റ് ആയി നിൽക്കണം. ഇതാ കോമ്പസ് വെക്കുക, പൊട്രാക്ട് വെക്കുക. ഈ ലൈനിന്റെ ഒപ്പം ചേർത്ത് വെക്കണം കേട്ടോ. ഇത് മിഡ് പോയിന്റ് ഇവിടെ പോവണം. എന്നിട്ട് 80 ഡിഗ്രി നീട്ടുക. 90 ഡിഗ്രി ഇവിടെ ഉണ്ട്, 80 ഡിഗ്രി അവിടെ ആ 80 ഡിഗ്രിക്ക് നീട്ടുക. അത് എത്ര മതി? 80 നീട്ടിക്കോ ഡിഗ്രിയിൽ 3 സെന്റിമീറ്റർ മതി. ബാക്കി ഉണ്ടെങ്കിൽ അറേസ് ചെയ്യാം. ഇവിടെ 80 ഡിഗ്രിന്ന് കൊടുക്കാം. ഞാൻ പറയണേ,
കഴിഞ്ഞു. കഴിഞ്ഞു സർ. ഓക്കെ, നോക്കിയിരിക്കാം. ഇത് വരച്ച് മുഴുവനായി കഴിഞ്ഞാൽ എല്ലാവരുടെയും ഫിഗർ ഒരേ വലിപ്പമായിരിക്കും, ഒരുപോലെ ആയിരിക്കും, ഒരേ സൈസും ഒരേ ഷേപ്പുമായിരിക്കും. ഇതിന് മുമ്പത്തെ നമ്മൾ വരച്ചില്ല, ഇന്ന് രാവിലെ വരച്ചില്ലേ? നേരത്തെ വരച്ചത് പലതും പല വലിപ്പമായിരിക്കും, കുഴപ്പമില്ല. ഇതിന് കറക്റ്റ് അളവുണ്ട്, അതുകൊണ്ട് എല്ലാവർക്കും ഒരേ അളവ് വരണം. 5 സെന്റിമീറ്റർ 80 ഡിഗ്രി നീട്ടി 3 സെന്റിമീറ്റർ. ഇത് 3 ഉള്ളൂ, കറക്റ്റ് 3 ഇവിടെ ഡി പേര് കൊടുത്തതാ. ഇനി 2 വരെ വരാണ്ട്. ഇനി ഇവിടെ 120 ഡിഗ്രി 4 സെന്റിമീറ്റർ, അത് രണ്ടും കൂടി പൊട്രാക്ട് വെക്കുക. 120 ഡിഗ്രി എടുക്കുക. പൊട്രാക്ട് വെക്കേണ്ട ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഈ ആംഗിളെ മെഷർ ചെയ്യണ്ടേ, ഇവിടെയാണ്. അപ്പൊ പൊട്രാക്ട് ഇങ്ങനെ വെക്കണം, ഇങ്ങനെ പൊട്രാക്ട് വെക്കണ്ട കേട്ടോ. പൊട്രാക്ട് ഇങ്ങനെ വെക്കണം, എന്നിട്ട് 120 അളക്കുക. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ വെക്കണ്ട, ഈ ലൈൻ ഇതിനൊപ്പം ചേർന്നിരിക്കണം. ഇത് ഇവിടെ വരണം. ഇവിടെ 0 നോക്കുക, 10, 20 ഇതിലൂടെ അങ്ങനെ വന്നാൽ 60, 70, 80, 90, 100, 100, 100 ഇവിടെ വരും. ഈ ഭാഗത്തേക്ക് വരാം. ഇവിടെ 120 ഉണ്ട്, 2 120 ഉണ്ട്. ഏതെടുക്കാനോ? ഈ ലൈനിന്റെ ഒപ്പമാണിത്. പൊട്രാക്ടിന്റെ ഈ ലൈന് നമ്മൾ അടിയുടെ പെൻസിലിന്റെ ഒപ്പമാണ്. അപ്പൊ ഇവിടുന്ന് നോക്കുക, ഇവിടെ 0 വരെ നോക്കുക. ഇതിലൂടെ ഇങ്ങനെ വരുമ്പോ നമുക്ക് 120 ഡിഗ്രി കിട്ടും. അതിൽ നീട്ടാം. അവിടുന്ന് ഇങ്ങനെ നീട്ടി വരച്ചോ. നീട്ടി വരക്ക. കറക്റ്റ് 4 സെന്റിമീറ്റർ മതി. അതിന് പേരാണ് സി. വരച്ചാ 120 ഡിഗ്രി എഴുതാം. ഇവിടെ നിങ്ങോട്ട് യോജിപ്പിക്കാം. BC വരക്ക. ഇപ്പോ നമ്മുടെ ചതുർഭുജമായി ക്വസ്റ്റ്യനിൽ തന്ന അതേ അളവിലാണ് വരച്ചത്. അതുകൊണ്ട് എല്ലാ ആളുകൾക്കും ഒരേ വലിപ്പം ഒരേ അളവിലാണ് കിട്ടി. ഇനി ഇതിന്റെ ഏതാ ഏരിയ ഉള്ള അതേ പരപ്പുള്ള ത്രികോണം വരക്കണം. പിന്നെ അതിന്റെ ഏരിയ കാണണം. ഏതിന്റെ? ത്രികോണത്തിന്റെ, ചതുർഭുജത്തിന്റെ. രണ്ടിന്റെ ഏരിയ ഒന്ന് തന്നെയല്ലേ? രണ്ടിന്റെ ഏരിയ കാണാം. ഇതിലൊന്ന് കണ്ടാൽ മതി, രണ്ടൊന്നും തന്നെ. അപ്പൊ ഇതിന്റെ അതേ ഏരിയ ഉള്ള ത്രികോണം എങ്ങനെ വരക്കാം? ഓർമ്മല്ലേ നമ്മൾ ഇങ്ങനെ വരച്ചത്? ഈ വശം നീട്ടി ഇങ്ങോട്ട് വരച്ചൊക്കെ ചെയ്തില്ല? നമ്മൾ ചെയ്തില്ല നേരത്തെ? തുടങ്ങില്ലേ മക്കളെ? ഈ അടിയത്തെ വശം നീട്ടണം, ഇത് വരക്കണം. രണ്ടും വരച്ചോ. ഇത് വരച്ചോ, അത് നീട്ടിക്കോ. പൊടിയാതെ നീട്ടണേ. സമാന്തര വരക്ക. ഇത് നീട്ടിയോ. ഈ ഡയഗണൽ വരച്ചതിന് സമാന്തരമായിട്ട് ഇതിലൂടെ വരക്കണ്ടേ? വരച്ചോളൂ. വികരണം വരക്കാം. ഇതിന് സമാന്തരമായി സിയുടെ വര. ശരിക്കും ഇവിടെ സ്കെയിൽ വെക്കണം കേട്ടോ. സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം.
അത് നീട്ടി വരട്ടെ. അവിടെ ഫീന്ന് പേര് കൊടുക്കുക. നേരത്തെ നമ്മൾ ഇയാണ് കൊടുക്കും. ഫീന്ന് കൊടുക്കുക. ഏത് പേരും കൊടുക്കട്ടോ, കൊടുക്കാത്ത പേരാണ്. ABCD ആണ് ആദ്യം, അതല്ലാത്ത അക്ഷരം പി കൊടുക്കും. പിന്നെന്ത് ചെയ്യാ, പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വരക്കണം, DP വരക്കണം. DP അല്ലേ, DP വരക്കാം എല്ലാവരും. DP വരച്ചോ? ആ DP-യിൽ നിന്നും ഈ ഭാഗം മുഴുവൻ ഷെയ്ഡ് ചെയ്യാം. DPA അല്ലെങ്കിൽ APD, ADP ഷെയ്ഡ് ചെയ്യാം. ഷെയ്ഡ് ചെയ്തോളി. സാറേ എന്താണ് ചെയ്താ? യോജിപ്പിക്കുന്ന പകരം AC യോജിപ്പിക്കാൻ പറ്റൂലേ? AC വരക്കാ, എന്നിട്ട് അങ്ങോട്ട് വരക്കാ, അതും പറ്റും. അത് കഴിഞ്ഞിട്ട് വേണമെന്ന് പറയാ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. നമ്മൾ ഏതെങ്കിലും ഒന്ന് ചെയ്താ പോരെ. ഇങ്ങോട്ടായതുകൊണ്ട് ഇങ്ങോട്ട് നീട്ടി സമാന്തരം വരച്ചു. AC ആണെങ്കിൽ അങ്ങോട്ട് നീട്ടി ഇതിൽ വരക്കണം. അപ്പൊ അങ്ങോട്ട് ട്രയാങ്കിൾ വരും. കുഴപ്പമൊന്നുമില്ല. ഷെയ്ഡ് ചെയ്ത് നോക്കളെ. എഴുതാ, ഒരു വരി എഴുതാ, എന്നിട്ട് നമുക്ക് അതിന്റെ ഏരിയ കാണാം. ചിത്രത്തിൽ ത്രികോണം APD-യുടെ പരപ്പളവ്, ചിത്രത്തിലെ ത്രികോണം APD-യുടെ പരപ്പളവ്, APD അല്ലെങ്കിൽ ADP, PD-യുടെ പരപ്പളവ് ചതുർഭുജം ABCD-യുടെ പരപ്പളവിന് തുല്യമാണ്. ചതുർഭുജം ABCD-യുടെ പരപ്പളവിന് തുല്യമാണ്. ഇംഗ്ലീഷ് മീഡിയം. In the picture, the area of triangle APD, the area of triangle APD area of triangle APD is equal to the area of triangle, area of quadrilateral ABC is equal to the area of quadrilateral ABCD. Area of quadrilateral ABCD. Ready or not? Yes, sir. In the picture, area of triangle APD is equal to the area of
ക്വാഡ്രിലാറ്ററൽ ABCD. കഴിഞ്ഞില്ലേ? യെസ് സർ. ഇനി ഇതിന്റെ ഏരിയ കാണണം, പരപ്പളവ് കാണണം. ക്വസ്റ്റ്യൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് ഏരിയ ഉള്ള ട്രയാങ്കിൾ വരച്ചു നമ്മള് അതിന്റെ പരപ്പളവ് ഏരിയ കാണണം. ഏതിന്റെ പരപ്പളവാ നിങ്ങൾക്കറിയാ? ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടാലും കുഴപ്പമില്ല, ചതുർഭുജം ക്വാഡ്രിലാറ്ററിന്റെ പരപ്പളവ് ഏരിയ കണ്ടാലും കുഴപ്പമില്ല. ട്രയാങ്കിളിന്റെ ഏരിയ കാണില്ല നമുക്കറിയാം. ഇന്ന ഇക്വേഷൻ ട്രയാങ്കിളിന്റെ ഏരിയ ആണുള്ള ഇക്വേഷൻ എന്താ? പരപ്പളവ് സൂത്രാക്യം half into BH. അപ്പൊ ത്രികോണത്തിന്റെ കണ്ടാ മതി, ട്രയാങ്കിളിന്റെ അതിനല്ലേ ക്വാഡ്രിലാറ്ററിന്റെ അതിൽ നമ്മൾ മേലെ എഴുതിയത്. നേരെ എഴുതിയാ മതി, ഏരിയ എന്നാണ് എഴുതിയാ മതി, പരപ്പളവ് എന്നാണ് എഴുതിക്കോ. പരപ്പളവ് സമം നോക്കിക്കോ, ഈ ത്രികോണം മാത്രം ഓർക്കുക. അതിന്റെ പരപ്പളവ് ആണെങ്കിൽ ഇതിന്റെ ബേസ് അറിയണം. ഹാഫ് ഇൻറ്റു BH ആണ്. ബേസ് അറിയണം ഇവിടുന്ന് ഇവിടം വരെ. സ്കെയിൽ വെച്ചാൽ നോക്കാം, A P വരെ എത്ര ഉണ്ട്? AP എത്ര സെന്റിമീറ്റർ? 7 സെന്റിമീറ്റർ. 7 സെന്റിമീറ്റർ. എല്ലാരും നോക്കാം, എല്ലാരും നോക്ക്. ആണോ? 10.5 centimeter. 11 centimeter. 11. എത്ര കിട്ടണേ? കറക്റ്റ് ആണ് വരക്കണത് എങ്കിൽ, എല്ലാം കറക്റ്റ് ആണെങ്കിൽ, പാരലൊക്കെ കറക്റ്റ് ആണെങ്കിൽ എല്ലാവർക്കും ഒരേളവ് കിട്ടാം. ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവും, കുഴപ്പമില്ല. ഏന്ന് ഇവിടെ വരെ 5 ഉണ്ട്. ഇതും കൂടെ നോക്കല്ല, മൊത്തം ഇത് മൊത്തത്തിലുണ്ട് 11 centimeter. 7 സെന്റിമീറ്റർ. ചെറിയ ചേഞ്ച് ഒന്നും കുഴപ്പമില്ല, എല്ലാവരും ഇല്ല അവിടെ ചെയ്തോട്ടെ. ഓക്കെ, സെന്റിമീറ്റർ അവിടെ സൈഡിൽ ചെയ്ത് വെക്കാം. ഇനി വേണ്ടത് ഇവിടുന്ന് ഇവിടെ വരെ കിട്ടില്ല. ഒരു ട്രയാങ്കിളിന്റെ ഏരിയ ആണെങ്കിൽ ബേസ് അറിയണം, അതിന്റെ ആൾട്ടിറ്റ്യൂഡ്, അതിന്റെ ഉയരം അറിയണം. അതായത് ഇവിടെ നിന്നും ഈ വശത്തിലേക്കുള്ള ലംബ ദൂരം, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഉയരം, ഉന്നതി, ഹൈറ്റ്. ഇവിടുന്ന് ചെരിഞ്ഞല്ല, നേരെ വരച്ചാൽ, ഇവിടുന്ന് നേരെ വരച്ചാൽ എവിടേക്കാണോ 90 ഡിഗ്രി ആ ദൂരം അളക്കാം. ഇവിടെ ഒരു M ഒക്കെ കൊടുത്തോളി, M. എന്നിട്ട് ഈ ദൂരം സ്കെയിൽ വെച്ചാൽ നോക്കാം, കറക്റ്റ് ആവും കേട്ടോ. നേരെ 90 ഡിഗ്രി ആണ്, അങ്ങനെ വരക്കാം കേട്ടോ. എന്നിട്ട് അവിടെ M കൊടുത്തിട്ട് ആ ദൂരം നാളെ നോക്കാം. M എത്ര? 3 സെന്റിമീറ്റർ. 3 സെന്റിമീറ്റർ. 3 centimeter. നമ്മൾ ഏരിയ ഹാഫ് BH ആണ്. B എന്ന് പറഞ്ഞാൽ അതാണ് AP. B എന്ന് പറഞ്ഞാൽ AP ആണ് 11 ബേസ്. H പറഞ്ഞാൽ ഈ ദൂരമാണ് DM അല്ലെങ്കിൽ MD. അല്ലേ, H എന്ന് പറഞ്ഞാൽ ഉയരം എന്ന് പറഞ്ഞാൽ MD ആണ്, DM ആണ്, അത് 3 സെന്റിമീറ്റർ. ഈ രണ്ട് കാര്യങ്ങൾ എഴുതി വെക്കിയ സൈഡിൽ. എന്നിട്ട് നമ്മൾ ഏരിയ കാണും, പരപ്പളവ്. ഹാഫ് BH അര ഇൻറ്റു ഈ ദൂരം ഇൻറ്റു ഈ ഹൈറ്റ്. അര ഇൻറ്റു ഈ ദൂരം 11 ഇൻറ്റു ഹൈറ്റ് 3 ഈക്വൽ ടു അര ഇൻറ്റു അതുപോലെ ഇടാം 3 13 3 11 കുറിച്ചാൽ 33 കിട്ടും. 3 into 11 33. ഹാഫ് ഇൻറ്റു 33 അതാ 1 33 ഇൻറ്റു 33 by 2. 32ന്റെ പകുതി, 30ന്റെ പകുതി 15, 3ന്റെ പകുതി 1.5, 15 1 16 സെന്റിമീറ്റർ സ്ക്വയർ. ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ പറയണോ? ഈ ലെങ്ത് അല്ലേ മക്കളെ ബേസ്. നമ്മളെ AP അല്ലേ അടിയത്തെ വശം 11. ഉയരം എന്ന് പറഞ്ഞാൽ H എന്ന് പറഞ്ഞതാ 3 ആണ്. അപ്പൊ ഏരിയ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഹാഫ് BH ആണ്. ഹാഫ് അതുപോലെ ഇട്ടു. B എന്ന് പറഞ്ഞ ബേസ് ഇത്ര 11, H നമ്മൾ പറഞ്ഞ എത്ര 3. അര ഇൻറ്റു 11 3 കുറിച്ച 33. 33ന്റെ അര
1 33 മുറിച്ചാൽ 33 ആരാ അതുപോലെ താഴെ കൊടുക്കും 33/2 പറഞ്ഞാൽ 33ന്റെ പകുതി. അതിന്റെ പകുതി എടുത്താൽ 16 കിട്ടും. 32/2 ആണെങ്കിൽ നമുക്ക് 16 വരാം. 34/2 ആണെങ്കിൽ 17 വരാം. ഇത് 33/2 ആയതുകൊണ്ട് 16.5 സെന്റിമീറ്റർ സ്ക്വയർ എഴുതിക്കോ. മക്കളെ കഴിഞ്ഞാ പറയണ്ടോ? Sir, വരച്ചു. ഓക്കെ, അപ്പൊ ഒന്നാമത്തിന്റെ ആൻസർ കംപ്ലീറ്റ് ആയി. ഇനി അതേ അളവ് അത് സോറി അതേമാതിരി ക്വസ്റ്റ്യൻ കണ്ടോ? അടുത്ത ചിത്രം കണ്ടോ നിങ്ങൾ എഴുതിയിട്ടില്ലേ? ഇനി ഇതാണ് ഈ ചിത്രം ഇതേ അളവിൽ വരക്കുന്നു. അതിന് ആംഗിൾ ഒന്നല്ല, സൈഡ്സും ഡയഗണലൊക്കെ തന്നിരിക്കണം. അതേ അളവിൽ വരക്കുക. പിന്നെ അതേ ഏരിയയിലുള്ള ട്രയാങ്കിൾ ത്രികോണാക്കുക. പിന്നെ അതിന്റെ പരപ്പളവ് കാണും. തുടങ്ങല്ലേ? Yes, sir. നോക്കിരുന്നാ മതി കേട്ടോ. ഞാൻ റഫ് ഫിഗർ വരക്കാം. ക്വസ്റ്റ്യനിലുള്ളത് ഏകദേശം ഒരളവിൽ. എട്ടര 6. ഇത് 8.5. ഇത് 6 സെന്റിമീറ്റർ. 7.5 4.5. ഇത് 7.5. ഇത് 4.5. ഇത് 5. നോക്കണേ, ഈ ഒരു ഫിഗർ ആണ് വരക്കേണ്ടത്. പക്ഷെ ഇത് ചെറിയ അളവാണ്. കറക്റ്റ് അളവിൽ വരക്കണം. അതാണ് ഒന്നാമത്തെ ടാസ്ക്. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ പിന്നെ അതേ ഏരിയ പരപ്പളവുള്ള ത്രികോണം വരക്കണം. അത് രണ്ടാമത്തെ. പിന്നെ അതിന്റെ ഏരിയ കാണണം. അത് മൂന്നാമത്തെ. തുടങ്ങാം, നമുക്ക് തുടങ്ങല്ലേ? പറയുങ്ങളേ, നിങ്ങളില്ലേ? Yes, sir. അപ്പൊ ഇതാണ് വരക്കണത്. ഞാൻ ഒരു പേരൊക്കെ കൊടുത്തു, PQR. എപ്പോഴും ABC അല്ലേ? PQR. ആദ്യം PQ ആണ് വരക്കണത്. എത്ര? 8.5 സെന്റിമീറ്റർ PQ വരക്കണം. എല്ലാവരും 8 ഒരു PQ വരച്ചോ. മുകളിൽ കുറച്ച് സ്ഥലമാണ്, വലതു ഭാഗത്ത് കുറച്ച് കൂടുതൽ സ്ഥലമാണ് കേട്ടോ. ഒറ്റ മിനിറ്റ് മക്കളെ. അതിന്റെ മുമ്പ് ഞാൻ നേരത്തെ ഒരു കാര്യം പറയാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പോയില്ല. നമ്മൾ സാധാരണ ഒരു ക്വാഡ്രിലാറ്ററൽ ചതുർഭുജം, ഇതിന്റെ അതേ ഏരിയ വരുന്ന ട്രയാങ്കിൾ എങ്ങനെ വരക്കുക? പരപ്പളവ് ഉള്ള ത്രികോണം. ഇത് വരച്ചിട്ട് നമ്മൾ ഇതിലൂടെ സമാന്തരം വരക്കും. ഇത് നീട്ടും. ആ കിട്ടുന്ന ബിന്ദു ഇത് നീട്ടി വരക്കും. എന്നിട്ട് ഇത് ഷെയ്ഡ് ചെയ്യും. ഇതല്ലേ നമ്മൾ ഇതുവരെ ചെയ്ത പ്രോസസ്? ഇങ്ങനല്ലേ? അല്ലേ? Yes, sir. Yes, sir. എന്നാല്
ഇങ്ങനെ വരയ്ക്കുന്നതിന് പകരം ഈ വികരണത്തിൽ ഡയഗണലിന് പകരം ഇത് വരച്ചാലും മതി. ഇങ്ങനെ വരയ്ക്കാം കേട്ടോ, മനസ്സിലുണ്ടോ? അങ്ങനെ വരച്ച എന്ത് ചെയ്യണമെന്നോ, അങ്ങോട്ട് നീട്ടുന്നത് ഇങ്ങോട്ട് നീട്ടണം. ഇവിടെ വരക്കണ ഇതിന് പകരം ഇതല്ലേ വരച്ച, അപ്പൊ ഇതിന് പകരം ഇതിലൂടെ വരക്കണം. കണ്ടോ, ഇതിലൂടെ വരക്കണം. അപ്പൊ ഇവിടെ തട്ട് പോയിന്റ്, ആ പോയിന്റ് ഇങ്ങോട്ട് വരക്കണം. ഇങ്ങനെ ആ വരച്ച വര ഇവിടെ ഒന്നുകൂടെ പറട്ടോ. ഒരു ചതുർഭുജം നമ്മൾ സാധാരണ ഇതാണ് വരച്ച ഡയഗണല്, ഇതും വരക്കാം. ഇത് വരച്ചാൽ എന്ത് സംഭവിക്കുന്നു? ഇത് വരച്ചാൽ നമ്മൾ ഇങ്ങോട്ട് ഇതിന് പകരം ഇതിൽ കൂടെ വരാം, സമാന്തര ഇതിൽ കൂടെ വരക്കണം. അപ്പൊ ഇത് ഇങ്ങോട്ട് നിൽക്കാം, അങ്ങോട്ട് നീട്ടുന്നത് ഇങ്ങോട്ട് നീട്ടി കൊടുത്താൽ ഇതിന് സമാന്തര ഇതിലൂടെ വരക്കാം. അപ്പൊ അങ്ങനെ ഇവിടെ ഇങ്ങനെ പുതിയ പോയിന്റ്, മറ്റേ അങ്ങോട്ടല്ലേ വരല്ലേ, പിന്നെ ആ പുതിയ പോയിന്റ് ഇങ്ങോട്ട് വരക്കാം. എന്നിട്ട് ഈ ഭാഗം ഷെയ്ഡ് ചെയ്യാം. കണ്ടോ? അപ്പൊ നമ്മളെ ത്രികോണം ഇങ്ങോട്ട് വരും. രണ്ടും ഒന്ന് തന്നെയാണ്, പല രീതിയിൽ വരക്കട്ടോ. വേറെ എങ്ങനെ വരക്കാം കേട്ടോ. ഇങ്ങോട്ട് ഡയഗണലും ഇങ്ങോട്ട് ഡയഗണലൊക്കെ വരച്ച് എങ്ങോട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇതേ അളവിൽ വരക്കുക. ആദ്യം 8.5 സെന്റിമീറ്റർ നീട്ടി വരക്കും. PQ പേര് കൊടുക്കുക. എല്ലാവരും വരച്ചോളൂ, 8 വരച്ചോളൂ. എട്ടര സെന്റിമീറ്റർ നീട്ടി വരക്കാം. PQ എന്ന് പേര് കൊടുക്കുക. വരച്ചോളൂ. അപ്പൊ നമ്മൾ 8.5 വരച്ചു. ഇനി 6 7 ഇതിലെ ആംഗിൾ കോണുകൾ തന്നിട്ടില്ല. ഇവിടുന്ന് ഇങ്ങോട്ട് 6 എടുക്കുവാണ്, ഇവിടുന്ന് ഇങ്ങോട്ട് 7 നോക്കണേ. ഇവിടുന്ന് ഇങ്ങോട്ട് 6 പുള്ളിയാണിത്. അതേമാതിരി ഇവിടുന്ന് ഇങ്ങോട്ട് 7 പഠിച്ചല്ലേ. ഇവിടുന്ന് 7 ഇവിടുന്ന് 6 പോയിന്റ് ആണ് S. അപ്പൊ നമ്മൾ 6 ഏരി വരക്കാം. കോമ്പസിൽ 6 സെന്റിമീറ്റർ എടുക്കാം. നോക്കണേ, കോമ്പസിൽ 6 സെന്റിമീറ്റർ മെഷർ ചെയ്യാം. എന്നിട്ട് ഇവിടെ കുത്തി ഇങ്ങോട്ട് വരക്കാം. ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ട് വരക്കണം. കോമ്പസിൽ 6 എടുക്ക, പീല് കുത്ത, ഇവിടെ കുത്തിയിട്ട് ഇങ്ങനെ ചാപം വരക്കാം. വരച്ചോക്കാം. വരച്ചോ? യെസ് സർ. അപ്പൊ 6 വരച്ചു. ഇവിടുന്ന് ഇങ്ങോട്ടാണ്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് 7.5ആണ്. ഇവിടുന്ന് ഇങ്ങോട്ട് 7.5. Q എസിലേക്ക്. ഇവിടെ എവിടെയാണ് S ഉണ്ടാകുക? ഇതിൽ എവിടെ S ഉണ്ടാവും? ഇവിടുന്ന് ഇങ്ങോട്ട് 7.5 വേണം. കോമ്പസിൽ 7 എടുക്കുക, ഇവിടുന്ന് ഇങ്ങോട്ട് വരക്കാം. വരച്ചോളൂ, വരച്ചോളൂ. ആ 2 പോയിന്റ് കൂട്ടിമുട്ടും, അതിന് S പേര് കൊടുക്കാം. ഇങ്ങോട്ട് 6, ഇവിടുന്ന് ഇങ്ങോട്ട് 7. ആ പോയിന്റ് ആണ് S. അപ്പൊ 8 കിട്ടി, 6 കിട്ടി, 7. ഇവിടെ ഇരിക്കോ RCM 7.5 CM ഒക്കെ എഴുതി വെച്ചു. ഇവിടെ ട്രയാങ്കിൾ ആയി, ത്രികോണായി. ഇനി ഇതേമാതിരി ഈ 2 കൂടി ഇങ്ങോട്ട് വരക്കാം. അടുത്ത പറയട്ടെ. ഇനി ഇങ്ങോട്ട് 5ഉം ഇങ്ങോട്ട് 4. ഇവിടുന്ന് 4 ദൂരവുമുള്ള, ഇവിടുന്ന് 5 ദൂരവുമുള്ള ഒരു പോയിന്റ്, അതാണ് നമ്മൾ 6 എന്നുള്ള പോയിന്റ്. ഇവിടുന്ന് ഇങ്ങോട്ട് 5ആണ് ആദ്യം വരുന്നത് കേട്ടോ. കോമ്പസിൽ 5 എടുക്കുക, S അങ്ങോട്ടാണ് 5 എടുത്തിട്ട് S ഇങ്ങോട്ട്. ഇവിടെ എവിടെയാണ് നമ്മൾ 6 വരും, 6 പോയിന്റ് വരും. ഇവിടുന്ന് 5 എടുത്തിട്ട് വരച്ചോക്കാം. അങ്ങനെ വരക്കാം, വരച്ചോക്ക്. 5 എടുത്തിട്ട് ഇങ്ങോട്ട് വരക്കാം.
ഇവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിലോ അത് 4 ഇങ്ങോട്ട് 5 ഉണ്ടാവണം, ഇങ്ങോട്ട് 4 ഉണ്ടാവും. കോമ്പസിൽ 4 എടുത്ത് വരക്കാം. ഇത് 5 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ. ഇപ്പോഴാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ അതേ ഫിഗർ, അതേ മെഷർമെന്റ് കിട്ടിയത്. പഠിച്ചു. കഴിഞ്ഞില്ലേ? ഓക്കെ. ഇപ്പൊ PQRS ആയി. ഇവിടെ 6 കൊടുത്തിട്ടോ, 6. ഇനി ഇതേ ഏരിയയുള്ള ട്രയാങ്കിൾ വരയ്ക്കാൻ എന്താ പണി? എന്തൊക്കെ ചെയ്യണം പറഞ്ഞ മക്കളെ? എന്താ ചെയ്യാ? ഈ വശം നീട്ടുക. ഇത് ഓൾറെഡി വരച്ചിക്കണം, അതുകൊണ്ട് വരക്കേണ്ട പണിയില്ല. ഇതിന് സമാന്തരമായിട്ട് ഇതിലൂടെ വരക്കണം. വേണ്ടേ? വരച്ചോളൂ. അവിടെ M പേരും കൊടുക്കാം. ചെയ്താ ഇത് നീട്ട, ഇതിന് പാരലൽ വരി വരച്ചോളൂ. കഴിഞ്ഞോ? യെസ് സർ. യെസ്. ഇനി എന്ത് വേണം? ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരക്കണ്ടേ? SM വരക്കണ്ടേ? S M വരക്കണ്ടേ? വരച്ചോളൂ. എന്നിട്ട് ആ ട്രയാങ്കിളും ഷെയ്ഡ് ചെയ്തോളൂ. ട്രയാങ്കിൾ PSM ഷെയ്ഡ് ചെയ്യാം. ചെയ്തു. അപ്പൊ ഒരു വരി എഴുതണം. ഏതിന്റെ പരപ്പളവ് ഏതിന്റെ പരപ്പളവിന് ഈക്വലാ? ത്രികോണം PMS ന്റെ പരപ്പളവ് ചതുർഭുജം PQRS ന്റെ പരപ്പളവിന് തുല്യമല്ലേ? ഏരിയ ഓഫ് ട്രയാങ്കിൾ PMS is equal to area of quadrilateral PQRS. അത് നിങ്ങൾ എഴുതൂലേ? എഴുതിക്കോ.
ഞാൻ പറയില്ല, നിങ്ങൾ എഴുതാ കേട്ടോ. PMS ആണ് ത്രികോണത്തിന്റെ പേര്, ട്രയാങ്കിളുടെ. PQRS ആണ് ക്വാഡ്രിലാറ്ററൽ ചതുർഭുജത്തിന്റെ പേര്. അതിന്റെ ഏരിയ മറ്റിന്റെ ഏരിയക്ക് ഈക്വൽ ആണെന്ന് എഴുതാം. പരപ്പളവിന് ഈക്വൽ. അത് നിങ്ങൾ എഴുതിക്കോ, ഞാൻ പറയില്ല. എഴുതിയോ? എഴുതി. Yes, sir. ഇനി നമുക്ക് എന്താ വേണ്ടത്? അതിന്റെ ഏരിയ കാണണം. ട്രയാങ്കിളിന്റെ, ത്രികോണത്തിന്റെ, അല്ലെങ്കിൽ ചതുർഭുജം, എന്താണ് ക്വാഡ്രിലാറ്ററൽ, ഒക്കെ ഏരിയ ഒന്ന് തന്നെയാണ്. അപ്പൊ താഴെ എഴുതിക്കോളൂ, ഏരിയ സമം പരപ്പളവ് സമം. പരപ്പളവ് കാണെങ്കിൽ, ഏരിയ കാണെങ്കിൽ ഒന്ന് രണ്ട് അളവ് അറിയണം മക്കളെ. ഇവിടുന്ന് ഇവിടം വരെയല്ലേ നമ്മള് ബേസ് ഹാഫ് BH BRI ദൂരമാണ്. അപ്പൊ ഒരു കാര്യം ചെയ്തോ, പറയുക ബി എന്ന് പറഞ്ഞാൽ ഏതാ? PM ആണ്. PM അതൊന്ന് നമുക്ക് എല്ലാവരും സ്കെയിൽ വെച്ച് കാണും. P ന്ന് നമുക്ക് എത്ര ദൂരം ഉണ്ട്? 11. ചെറിയ മാറ്റങ്ങൾ തമ്മിൽ ഉണ്ടാവും, കുഴപ്പമില്ല. അതാ പാരലൽ വെക്കലിന്റെ പ്രശ്നം. എന്താ ഇതിന്റെ 11. ഇതിപ്പോ എപ്പോഴും വരുന്ന 14 ഉണ്ടോ? 13 PM. ഇനി ഇതാണ് നമ്മുടെ ഹൈറ്റ്. A കൊടുത്തു. ഈ ഹൈറ്റ് ഇങ്ങനെ വരച്ചിട്ട് 90 ഡിഗ്രി വരണ്ട, ഏകദേശം കറക്റ്റ് ആക്കി വേണ്ട. അത് അളന്ന് നോക്കുക. അത് എത്ര അളന്ന് നോക്കാം? അതാണ് H അല്ലെങ്കിൽ AS അല്ലെങ്കിൽ SA. SA എന്നുള്ള ദൂരം എത്ര നോക്കാം? നേരെ ഇറക്കണ്ട, നേരെ 5 സെന്റിമീറ്റർ. 5 ഉറപ്പിച്ചു. 13 5 എങ്കിൽ ഏരിയ പരപ്പളവ് സമം ഇക്വേഷൻ എന്താ? ഹാഫ് BH അല്ലേ? ഹാഫ് ഇട്ടു, ബിയും എച്ചും 13 5 മുടിക്ക അല്ലേ? ഹാഫ് അവിടെ നോട്ടെ. 13 × 5 65. 65ന്റെ പകുതി 60ന്റെ പകുതി 30, 5ന്റെ പകുതി 2.5, 32.5 അല്ലേ? നോക്കണേ, 65ന്റെ പകുതി 32 സെന്റിമീറ്റർ സ്ക്വയർ. എഴുതിക്കോളൂ, ഇതും എഴുതിക്കോ. ഓക്കെയാണ് മക്കളെ? കഴിയില്ലേ? യെസ് സർ. Yes, sir. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ.
Draw a rhombus of side 6 centimeters and one angle 60 degree. Then draw a right triangle of the same area. ഒരു സമഭുജ സാമാന്തരികം വരക്കണം. ഒരു വശം 6 ആണ്, ഒരു കോൺ 60 ഡിഗ്രി. ഈ അളവിലാണ് സമഭുജ സാമാന്തരികം വരക്കേണ്ടത്, റോംബസ്. എന്നിട്ട് പിന്നെ അതേ ഏരിയ ഉള്ള റൈറ്റ് ട്രയാങ്കിൾ, മട്ട ത്രികോണം വരക്കണം. അപ്പൊ നമുക്ക് ആദ്യം റോംബസിനെ കുറിച്ച് പറയാം കേട്ടോ. നോക്കിക്കോ, പാരലോഗ്രാമിന് അറിയാം സാമാന്തരികം. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ സാമാന്തരികത്തിന്റെ കുറെ പ്രത്യേകത പറഞ്ഞില്ലേ? Yes, sir. Yes, Yes, sir. അത് നിങ്ങൾ എഴുതി വെച്ചിട്ടില്ലേ? Yes, Yes, sir. sir. Yes, sir. അതിലെ ലാസ്റ്റ് പോയിന്റ് ആരെങ്കിലും ഒന്ന് വായിക്കുക. ഏറ്റവും ലാസ്റ്റ് പോയിന്റ്. Diagonals are not equal in length, but diagonal bisect each other. ഓക്കെ, വെരി ഗുഡ്. എന്നൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇന്ന് അതിന്റെ കണ്ടിന്യൂഷൻ ആയ റോംബസിനെ കുറിച്ച് പറയാം. ഇതിന്റെ ആൻസർ നമുക്ക് എന്തായാലും തീരൂല, ഒന്നും ചെയ്താൽ തീരൂല, സമയമല്ല. റോംബസ് എന്താന്നുള്ള പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പാരലോഗ്രാം പറഞ്ഞു. ഇനി അതിന്റെ തന്നെയാണ്, അതേ ചെറിയ ചേഞ്ചേ വരുള്ളൂ റോംബസ്. സൈഡ് ഹെഡിങ് എവിടെയെങ്കിലും എഴുതി വെച്ചോ. എവിടെയാണോ നിങ്ങൾ നേരത്തെ പാരലോഗ്രാം സാമാന്തരികം എഴുതിയത് അവിടെ ബാക്കിൽ എവിടെയെങ്കിലും റോംബസ് സൈഡ് ഹെഡിങ് ചെയ്ത സമഭുജ സാമാന്തരികം. ചിത്രം വരക്കാനായിട്ടില്ല. സമഭുജ സാമാന്തരികം. കേട്ടോ, ചിത്രതല്ല ഞാൻ പറയാം. റോംബസ് സമഭുജ സാമാന്തരികം. ഇത് സാമാന്തരികമാണ്, പാരലോഗ്രാം കഴിഞ്ഞ ക്ലാസ്സിൽ. ഇത് രണ്ടും ഒരേ അളവ്. ഇത് 10 ആണ്, ഇത് 10. ഇത് അത്രക്കില്ല, ഇതിനൊരു 7 കൊടുക്കാം. ഇത് രണ്ടും ചെറുതുകൾ, ഇത് രണ്ടും വലുതുകൾ. എതിർകോണുകൾ തുല്യമാണ്, എതിർകോണുകൾ തുല്യമാണ്. 4ഉം പാടെ കൂട്ടിയാൽ 360 ഡിഗ്രി കിട്ടും. ഒരു വരയുടെ രണ്ടറ്റത്തുമുള്ള കോണ് കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. വികരണങ്ങൾ തുല്യമല്ല, പക്ഷേ സമമായിട്ട് മുറിയെന്നൊക്കെ പറഞ്ഞു. ഇതിന് കുറെ പ്രത്യേകതകളും വരുന്നുണ്ട് റോംബസിന്. റോംബസ് എന്ന് പറഞ്ഞാൽ അതൊരു പാരലോഗ്രാം സാമാന്തരികം തന്നെയാണ്. അതിന്റെ വശങ്ങളൊക്കെ തുല്യമായി വരും. ഇങ്ങോട്ട് നോക്കാം, ചിത്രം ഇങ്ങനെ. അങ്ങോട്ട് എത്ര ഉണ്ടോ അതേ വലിപ്പത്തിൽ ഏകദേശം ഇങ്ങോട്ട് വരക്കാം. അതാണ് റോംബസ്. കറക്റ്റ് അളവ് എടുക്കൊന്നും വേണ്ട, നമ്മൾ അതിനെ കുറിച്ച് വിശദീകരിക്കുകയാണ്. ഇതാ ABCD പേര് കൊടുക്കും. ഇതൊക്കെ ഒരേ വലിപ്പമാണ് ഏകദേശം. എന്തായാലും ഇതേമാതിരി അല്ല, കണ്ടറിയാം. ഇങ്ങനെ ഫിഗർ വരച്ച പെട്ടെന്ന് വരച്ചോട്ടോ, സമയമല്ല, വേ വരക്കണേ. ഇത് വരക്കണ്ട, ഇതിനെ കുറിച്ച് പറഞ്ഞാല് നമുക്ക് ഇത് കുറെ എളുപ്പം. ഇത് നമ്മൾ പഠിച്ചതാണ്. വരച്ചില്ലേ? Yes, sir. എഴുതിക്കോ. പ്രത്യേകത, എതിർവശങ്ങൾ. സ്കൂൾ ക്ലാസ് തുടങ്ങിയോ? Yes, sir. അതിന്റെ പേനായോ? എന്നാ അടുത്ത ക്ലാസ്സിൽ പറയല്ലേ. ഓർമ്മയിൽ കിട്ടില്ല, അവസാനം വന്ന ക്വസ്റ്റ്യൻ വന്നപ്പോൾ അത് ഓർമ്മ വന്നു. നോ പ്രോബ്ലം. ഇത് അവിടെ എവിടെയെങ്കിലും നോട്ടെ, നമ്മൾ അടുത്ത ക്ലാസ്സിൽ എപ്പോഴും പറയാം കേട്ടോ. പിന്നെ നമ്മൾ തന്ന ക്വസ്റ്റ്യനിൽ 2 എണ്ണം ചെയ്യാണ്ട്, അത് വലിയ കുഴപ്പമില്ല, എളുപ്പ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ഇന്ന് ഗ്രൂപ്പ് ഇടും, വാട്സപ്പിലേക്ക് ഇടും. ആ ക്വസ്റ്റ്യനും അതിന്റെ ക്വസ്റ്റ്യന്റെ ചിത്രവും വരച്ചു വെക്കുക. ആൻസർ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും കേട്ടോ. കേട്ടോ? Yes, sir. ഇതിപ്പോ നമ്മൾ 3 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തത്, 3 എണ്ണം നമ്മൾ വരച്ചു. അതേമാതിരി 2 എണ്ണം ഇനി ചെയ്യാണ്ട് പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇടും ഗ്രൂപ്പിൽ കേട്ടോ. ആ ഗ്രൂപ്പിൽ ആ ക്വസ്റ്റ്യൻ കൂടി എഴുതി വെക്കണം കേട്ടോ. Okay, sir. Yes, sir. Okay, sir. ശരി, Thank you, sir. വെൽക്കം. Thank you, sir. You are welcome.